ഇനി നമുക്ക് നവരാത്രിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെ പോകാം. നവരാത്രിയുടെ അവസാന ദിവസമായ വിജയദശമി നാളിൽ വിദ്യാരംഭം നടത്തുവാനായി നാടൊട്ടുക്കും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യാക്ഷരങ്ങൾക്കൊപ്പം പാട്ട്, നൃത്തം തുടങ്ങിയ കലകൾ പഠിച്ചു തുടങ്ങാൻ ഏവരും തിരഞ്ഞെടുക്കുന്ന ഒരു ദിവസമാണ് നാളെ. എന്നാൽ ഇതിനൊപ്പം ജീവിതകാലം മുഴുവൻ ഒരു തപസ്യയായി കൊണ്ടുപോകാവുന്ന ആയോധന കലകളിലേക്ക് ചുവടെടുത്ത് വയ്ക്കാൻ തിരഞ്ഞെടുക്കുന്നവരും നിരവധിയാണ്. ഇവർക്കായി കേരളത്തിലെ കളരികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഏറ്റവും പഴയ ആയോധന കലകളിലൊന്നാണ് കളരിപ്പയറ്റ്. അതിന്റെ ഉത്ഭവം ചരിത്രവും ഐതിഹ്യവുമായി ഇഴചേർന്ന് കിടക്കുന്ന ഒന്നാണ്. എല്ലാ ആയോധന കലകളുടെയും തുടക്കം കളരിയിൽ നിന്നുമാണെന്നാണ് വിശ്വാസം. ഈ വിശ്വാസം പിൻപറ്റി അഭ്യസിക്കാനെത്തുന്നവരും നിരവധിയാണ്. എഴുപത് വർഷത്തിലധികം പഴക്കമുള്ള തിരുവനന്തപുരം പൂജപ്പുരയിലെ മാരുതി കളരിയിൽ ചുവടുറക്കാനും കളരിയെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും ഇന്നും കുരുന്നുകളെത്തുന്നു. ഈ വർഷം എല്ലാ വർഷത്തേക്കാളും ഈ വർഷം വിദ്യാരംഭത്തിന് 100-ലധികം കുട്ടികൾ പല ബ്രാഞ്ചുകളിലായി നമ്മളിന്ന് വിദ്യാരംഭം കുറിക്കാൻ പോവുകയാണ്. കളരിയുടെ കുറച്ച് ചുവടുകളും മെയ് അഭ്യാസവും കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസിക ശാരീരിക പരിവർത്തനങ്ങളെ, കുട്ടികളെ ഡ്രഗ്സിൽ നിന്നും മറ്റ് ആൽക്കഹോൾ തുടങ്ങിയ ഇതിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് വേണ്ടി, അവർക്ക് മാനസികമായ ഉല്ലാസത്തിനും വേണ്ടി മെയ് അഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഞങ്ങളിവിടെ പഠിപ്പിച്ചു വരുന്നുണ്ട്. തെക്കൻ ശൈലിയും വടക്കൻ ശൈലിയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള പരിശീലനമാണ് ഇവിടെ. ആയോധന കലകളുടെ വേരുകൾ തേടി കളരി പഠിക്കാനായി ഇവിടെ വിദേശികളും എത്തുന്നുണ്ട്. വിദ്യാരംഭ ദിനത്തിൽ കളരിയിൽ ചുവടുവെക്കാനായി എത്തുന്ന ഓരോരുത്തരെയും വരവേൽക്കാനായി മാരുതി കളരിയും ഒരുങ്ങിക്കഴിഞ്ഞു. സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം.